നമ്മൾ സാധാരണ സംസാരിക്കാറുള്ള കാര്യങ്ങൾ എങ്ങനെ നാച്ചുറലായി ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. നാച്ചുറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇപ്പോൾ ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല എന്നിരിക്കട്ടെ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളവിടെ ഇംഗ്ലീഷിൽ പറയുക ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് യു എന്നായിരിക്കും അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ഡിഡ്ന്റ് ഗെറ്റ് യു അല്ലെങ്കിൽ ഐ ഡിഡ്ന്റ് ഫോളോ യു എന്ന്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് തോന്നും. എന്താ കാര്യം എന്നറിയോ? അവിടെ നമ്മൾ മലയാളത്തിൽ നിന്ന് അങ്ങനെ തന്നെ തർജ്ജമ ചെയ്തതായിട്ടല്ല കേൾക്കുന്നവർക്ക് തോന്നുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അതാണ്. സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിലുണ്ടാകുന്ന ചില സന്ദർഭങ്ങളിൽ എങ്ങനെ നാച്ചുറലായി ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന്. ഇപ്പോൾ നമുക്ക് തുടങ്ങാം. ഇങ്ങനൊരു സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കൂ. നാളെ നമുക്കൊരു യാത്രയുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നമ്മുടെ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും വന്നു. അവരോട് നമുക്ക് ചോദിക്കണം ഇത് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് എന്ന് ചോദിക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാഗ് പാക്ക് ചെയ്യാൻ എന്നെ സഹായിക്കാമോ എന്നാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദ പാക്കിംഗ്. അല്ലാതെ ക്യാൻ യു ഹെൽപ്പ് മീ ടു പാക്ക് ദ ബാഗ് എന്ന് തന്നെ അവിടെ വ്യക്തമായിട്ട് പറയണം എന്നില്ല. അപ്പോൾ നമ്മൾ സഹായിക്കാമെന്ന് പറയുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടി ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നേരമായി ഒരു പ്രോബ്ലം ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് പറയാം അത് ഞാൻ ചെയ്യാൻ സഹായിക്കാം. അവിടെ എന്താ പറയുക? ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദ ഹോംവർക്ക്. ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദ ഹോംവർക്ക് എന്നാണ് പറഞ്ഞത്. ഐ വിൽ ഹെൽപ്പ് യു ടു ഡു ദ ഹോംവർക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെ നീട്ടി പറയണമെന്നില്ല. അതുപോലെ പാത്രം കഴുകാൻ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് നമുക്ക് ആരോടെങ്കിലും പറയണമെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദ വാഷിംഗ് അപ്പ് എന്ന് പറയാം. വാഷിംഗ് അപ്പ് എന്ന് വെച്ചാൽ പാത്രം കഴുകലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതൊരു നൗണായിട്ടാണ് വരുന്നത്, വാഷിംഗ് അപ്പ്. അപ്പോൾ ഐ വിൽ ഹെൽപ്പ് യു വിത്ത് വാഷിംഗ് അപ്പ് എന്ന് പറയാം. പിന്നെ സഹായം ചോദിക്കാൻ വേറൊരു ഫ്രേസ് കൂടി യൂസ് ചെയ്യാം കേട്ടോ. ക്യാൻ യു ലെൻഡ് മീ എ ഹാൻഡ് എന്ന് ചോദിക്കാം. ക്യാൻ യു ലെൻഡ് മീ എ ഹാൻഡ്. ലെൻഡ് മീ എ ഹാൻഡ് എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് ഒരു കൈ സഹായം ചെയ്യാമോ, സഹായിക്കാമോ എന്ന് തന്നെയാണ്. ഇവിടെ നിങ്ങളൊരു വാക്ക് ശ്രദ്ധിച്ചോ? ലെൻഡ് എന്ന്. കുറേ പേർക്ക് സംശയമുള്ളൊരു വാക്കാണിത്. എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് വായ്പ കൊടുക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ലെൻഡ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കണം നീ നിൻ്റെ ബൈക്ക് എനിക്കൊന്ന് തരുമോ? അപ്പോൾ കടമായിട്ട് ഇങ്ങോട്ട് തരികയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുക കുഡ് യു ലെൻഡ് മീ യുവർ ബൈക്ക് എന്നാണ്. കുഡ് യു ലെൻഡ് മീ യുവർ ബൈക്ക്. വായ്പയായിട്ട് ഇങ്ങോട്ടാണ് കേട്ടോ തരുന്നത്. അപ്പോൾ അവിടെ തെറ്റാൻ സാധ്യതയുള്ള എപ്പോഴാണെന്നറിയാമോ? ഈ ലെൻഡിന് പകരം നമ്മൾ ബോറോ എന്ന് യൂസ് ചെയ്യും. ബോറോ എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് കടം വാങ്ങുക എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുഡ് യു ബോറോ മീ യുവർ ബൈക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റിപ്പോവും. കാരണം അയാൾ കടം വാങ്ങുകയല്ല, അയാൾ നമുക്ക് കടം തരുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം കെൻ ഐ ബോറോ യുവർ ബൈക്ക് അല്ലെങ്കിൽ കുഡ് ഐ ബോറോ യുവർ ബൈക്ക് എന്ന്. അപ്പോൾ നാളെ വരെ ഒരു ദിവസത്തേക്ക് ബൈക്കൊന്ന് കടമെടുത്തോട്ടെ എന്നതിന് കുഡ് ഐ ബോറോ യുവർ ബൈക്ക് അൺടിൽ ടുമോറോ എന്ന് ചോദിക്കാം. ഇതേപോലെ തന്നെ കുറച്ച് പണം കടമായിട്ട് ഇങ്ങോട്ട് തരാമോ, അതായത് വായ്പ തരാമോ എന്ന് ചോദിക്കാൻ ക്യാൻ യു ലെൻഡ് മീ സം മണി എന്ന് ചോദിക്കാം. ക്യാൻ യു ലെൻഡ് മീ സം മണി. അപ്പോൾ ഓർമ്മ വേണം കേട്ടോ, അവരിങ്ങോട്ടാണ് നമുക്ക് വായ്പ തരുന്നത്. അപ്പോൾ ലെൻഡ് എന്ന് പറയണം. ഇവിടെ നമുക്ക് ഈ മണി എന്നുള്ളതിന് പകരം വേണമെങ്കിൽ ക്യാഷ് എന്നും ചോദിക്കാം. ക്യാൻ യു ലെൻഡ് മീ സം ക്യാഷ് എന്നും ചോദിക്കാം. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു സന്ദർഭം ഒന്ന് ഓർത്ത് നോക്കും. നമ്മൾ ആരോടെങ്കിലും കടം ചോദിക്കുകയാണ്, നമ്മുടെ വളരെ അടുത്ത സുഹൃത്തിനോടാണ് കേട്ടോ ചോദിക്കുന്നത്. പക്ഷെ അപ്പോൾ അയാൾ നമ്മളോട് പറയാണ് അയ്യോ ഭയങ്കര ടൈറ്റാണ്. നമ്മളങ്ങനെ പറയാറില്ലേ സാധാരണ, ഭയങ്കര ടൈറ്റാണ്, ഒട്ടും കാശില്ല കയ്യിലെന്ന്. അപ്പോൾ ഈ മാസം ഭയങ്കര ടൈറ്റാണ്. അതെങ്ങനെയാണ് പറയുക? മണി ഈസ് റിയലി ടൈറ്റ് എന്ന് പറയാം. മണി ഈസ് റിയലി ടൈറ്റ് ദിസ് മന്ത്. ഐ എം സോറി, മണി ഈസ് റിയലി ടൈറ്റ് ദിസ് മന്ത്. ഞാനിപ്പോൾ ഇങ്ങനൊരു സന്ദർഭത്തിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വെറുതെ ഒന്ന് ഊഹിച്ച് നോക്കിയാട്ടോ, സങ്കല്പിച്ച് നോക്കിയാണ്. അപ്പോൾ നമ്മൾ ഈ പൈസ കടം ചോദിച്ച നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അയാൾ ഇടയ്ക്കിടയ്ക്ക് യാത്രയൊക്കെ പോകുന്ന ആളാണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളൊരു പക്ഷേ ചോദിക്കുമല്ലോ, അടുപ്പമുള്ള ആളായതുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ് അതെങ്ങനെയാണ് നിൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞാൽ നീ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്ന ആളാണല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് എന്ന്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കില്ലേ? അവിടെ നമുക്ക് പറയാം ഹൗ കം യു ട്രാവൽ എവ്രി അതർ മന്ത്. എവ്രി അതർ മന്ത് എന്ന് വെച്ചാൽ ഒന്നരാടം മാസം എന്നാണ് കേട്ടോ അർത്ഥം. ഹൗ കം യു ട്രാവൽ എവ്രി അതർ മന്ത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഈ ഹൗ കം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അതെങ്ങനെയാണ് നടക്കുന്നത്, അതെങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കില്ലേ? ആ ഒരു അർത്ഥം കിട്ടാനാണ് ഈ ഹൗ കം എന്ന ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് ഉപയോഗം വരുന്നൊരു ഫ്രേസാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളോട് പറയാണ് എനിക്കതിൻ്റെ മെയിൽ വന്നു, നിനക്ക് വന്നില്ലേ? അപ്പോൾ നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയും യു ഗോട്ട് എ മെയിൽ ആൻഡ് ഐ ഡിഡ്ന്റ്. ഹൗ കം? അതെങ്ങനെയാണ്? നിനക്ക് മെയിൽ വന്നു പക്ഷേ എനിക്ക് മെയിൽ വന്നിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒരേ സമയത്താണ് ഇത് അപ്ലൈ ചെയ്തത്. ഹൗ കം?
അതെങ്ങനെ ശരിയാവും? അപ്പോൾ ഹൗ കം എന്നത് മാത്രമായിട്ട്, ആ ഒരു ഫ്രേസ് മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഹൗ കം എന്ന്. നമുക്കപ്പോൾ നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കാശില്ലെങ്കിൽ നീ എങ്ങനെയാണ് യാത്ര പോകുന്നതെന്നല്ലേ നമ്മൾ ചോദിച്ചത്. അപ്പം അതിന് അയാൾ പറയുന്ന മറുപടി, യാത്ര ചെയ്യാതെ എനിക്ക് പറ്റില്ല എന്നാണ്. അതായത് യാത്ര ചെയ്യാതെ സാധിക്കില്ല. അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ കാൺ ഡു വിതൗട്ട് ട്രാവലിംഗ് എന്നാണ്. ഐ കാൺ ഡു വിതൗട്ട് ട്രാവലിംഗ്. അപ്പോൾ ഈ കാൺ ഡു വിതൗട്ട് സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതില്ലാതെ പറ്റില്ല എന്നാണ്. നമ്മൾ പറയാറില്ലേ, ഫോൺ ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഐ കാൺ ഡു വിതൗട്ട് മൈ ഫോൺ. കാപ്പി കുടിക്കാതെ ഒരു ദിവസം പറ്റില്ല, ഐ കാൺ ഡു വിതൗട്ട് കോഫി. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിച്ചത് സെയിം ഫ്രേസാണ്, കാൺ ഡു വിതൗട്ട് സംതിങ്. ഇപ്പോൾ ഈ കാപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരാളോട് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക, ഞാൻ കുറച്ച് കാപ്പി ഇട്ട് തരട്ടെ എന്ന് എങ്ങനെ ചോദിക്കും? ഷൽ ഐ മേക്ക് യു സം കോഫി എന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും നാച്ചുറലായ രീതി. ചോദ്യം ശ്രദ്ധിച്ചോ, ഷൽ ഐ മേക്ക് യു സം കോഫി. അതിൻ്റെ അർത്ഥം ഷൽ ഐ മേക്ക് സം കോഫി ഫോർ യു എന്ന് തന്നെയാണ്. പക്ഷെ ആദ്യത്തെ ചോദ്യത്തിൽ ഷൽ ഐ മേക്ക് യു സം കോഫി എന്ന് വന്നില്ലേ? അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും എന്താണ് ഷാൽ ഐ മേക്ക് യു എന്നോ? അതെങ്ങനെയാണ്? നിങ്ങളെ കാപ്പിയാക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ആ വേർഡ് ഓർഡർ നമ്മളവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ അവിടെ ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. ഷാൽ ഐ മേക്ക് യു സം കോഫി. ഇതേപോലെ പല കാര്യങ്ങളും നമുക്ക് ഡെയിലി ഇംഗ്ലീഷിൽ പറയേണ്ടി വരാറുണ്ട്. ഞാൻ എക്സാമ്പിൾസ് കാണിക്കാം. എനിക്കൊരു ചായ തരൂ. ഇത് വേണമെങ്കിൽ ഗെറ്റ് സം ടീ ഫോർ മീ എന്ന് പറയാം. പക്ഷെ കൂടുതൽ സ്വാഭാവികമായിട്ട് തോന്നുക ഗെറ്റ് മീ സം ടീ എന്ന് പറയുമ്പോഴാണ്. അതുപോലെ ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങി. അവിടെ നമുക്കിങ്ങനെ പറഞ്ഞാൽ മതി, ഐ ബോട്ട് ഹെർ എ ഗിഫ്റ്റ്. അപ്പോൾ ഇവിടെ ഐ ബോട്ട് ഹെർ എന്ന് പറയുമ്പോൾ ഞാൻ അവൾ വാങ്ങിയില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അവൾ വാങ്ങി എന്നല്ല അർത്ഥം, അവൾക്ക് വാങ്ങി എന്ന് തന്നെയാണ്. അപ്പോൾ ഐ ബോട്ട് എ ഗിഫ്റ്റ് ഫോർ ഹെർ ആണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോഫി ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? ഒരാൾക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അയാളോട് ചോദിക്കും, കോഫി എങ്ങനെ വേണം? അധികം സ്ട്രോങ് ആവണോ? എത്ര പാല് ചേർക്കണം? പഞ്ചസാര എത്ര വേണം എന്നൊക്കെ അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഹൗ വുഡ് യു ലൈക്ക് യുവർ കോഫി എന്ന് ചോദിക്കാം. ഹൗ വുഡ് യു ലൈക്ക് യുവർ കോഫി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പറയേണ്ടത് അത്ര ഭയങ്കര സ്ട്രോങ് ആവണ്ട, പക്ഷേ കുറച്ച് സ്ട്രോങ് ആയിരിക്കാൻ വേണം. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു വാക്കാണ് ഫെയർലി. ഇവിടെ നമുക്ക് പറയാം ഐ ലൈക്ക് ഇറ്റ് ഫെയർലി സ്ട്രോങ് എന്ന് വെച്ചാൽ ഒരുമാതിരി സ്ട്രോങ് ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഐ ലൈക്ക് ഇറ്റ് ഫെയർലി സ്ട്രോങ്. അതുപോലെ നല്ല ചൂട് വേണോ എന്ന് ചോദിച്ചാൽ നല്ല ചൂട് വേണ്ടെങ്കിൽ നമുക്ക് പറയാം ഐ ലൈക്ക് മൈ ടീ ഫെയർലി ഹോട്ട്. ഒരുമാതിരി ചൂടുണ്ടായാൽ മതി. നല്ല ചൂടാണെങ്കിൽ അവിടെ നമ്മൾ പറയുന്നൊരു ഫ്രേസ് ഉണ്ട് കേട്ടോ, പൈപ്പിംഗ് ഹോട്ട് എന്ന്. ചില നല്ല തിളച്ചപടി നല്ല പൈപ്പിംഗ് ഹോട്ട് എന്ന് പറയും. ഐ ലൈക്ക് ഇറ്റ് പൈപ്പിംഗ് ഹോട്ട് എന്ന് പറയാം. ഇനി അങ്ങനെയല്ല, ഒരുമാതിരി ചൂട് മതിയെങ്കിൽ, ഒരുവിധം ചൂട് മതിയെങ്കിൽ ഐ ലൈക്ക് ഇറ്റ് ഫെയർലി ഹോട്ട് എന്ന് പറയാം. അതുപോലെ നമ്മളെല്ലാവരും എന്നും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഊണിനെന്താ, അതായത് ലഞ്ചിന് എന്താ കഴിക്കാൻ എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ ചോദിക്കാവുന്നത് വാട്ട്സ് ഫോർ ലഞ്ച് എന്നാണ്. വാട്ട് ഈസ് ഫോർ ലഞ്ച് ആണ് വാട്ട്സ് ഫോർ ലഞ്ച് എന്ന് ചോദിക്കുന്നത്. വാട്ട്സ് ഫോർ ഡിന്നർ എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ ചോദ്യം വീട്ടിൽ ചോദിച്ചപ്പോൾ വീട്ടിൽ ആരെങ്കിലും പറയാണ്, ഇന്ന് കുക്ക് ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല എന്ന്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് കുക്കിംഗ് എന്ന് പറയാം. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ച ഒരു ഫ്രേസ് കണ്ടോ, ഡോണ്ട് ഫീൽ ലൈക്ക്. അതായത് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് കുക്കിംഗ്. അപ്പോൾ ചിലപ്പോൾ പറയില്ലേ, ജോലിക്ക് പോകാൻ തോന്നുന്നില്ല, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു വർക്ക്. എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് എനിത്തിങ്. കണ്ടോ, അവിടെ എല്ലാം നമ്മൾ സെയിം ഫ്രേസാണ് യൂസ് ചെയ്തത്, ഡോണ്ട് ഫീൽ ലൈക്ക്. പക്ഷേ ഒരു കാര്യം കേട്ടോ, ഇവിടെ ഐ ആയതുകൊണ്ടാണ് ഡോണ്ട് ഫീൽ എന്ന് വന്നത്. നമ്മൾ ഹിയോ ഷീയോ ഒക്കെയാണ് പറയുന്നതെങ്കിൽ ഹീ ഡസൻ ഫീൽ ലൈക്ക് അല്ലെങ്കിൽ ഷീ ഡസൻ ഫീൽ ലൈക്ക് എന്ന് പറയുമായിരുന്നു. ആ വ്യത്യാസം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല എന്നാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്, അങ്ങനെ വലിയ താല്പര്യം തോന്നുന്നു എന്ന് പറയണമെങ്കിലോ അവിടെ ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ മതി. ഒരു മൂവി കാണാൻ തോന്നുന്നു, ഐ ഫീൽ ലൈക്ക് വാച്ചിങ് എ മൂവി. കണ്ടോ, അവിടെ ഐ ഫീൽ ലൈക്ക് എന്നാണ് വന്നത്. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെയും പറയും കേട്ടോ. ഇപ്പോൾ നമുക്ക് പറയേണ്ടത് ചൈനീസ് ഫുഡ് കഴിക്കാൻ തോന്നുന്നു എന്നാണ്. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ പറയാം ഐ ഫീൽ ലൈക്ക് ചൈനീസ് ഫുഡ്. ഐ ഫീൽ ലൈക്ക് ഹാവിങ് ചൈനീസ് ഫുഡ് എന്ന് പറയണം എന്നില്ല. ആ വേർബ് ഇല്ലാതെ തന്നെ ഐ ഫീൽ ലൈക്ക് ചൈനീസ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചൈനീസ് ഫുഡ് ആയതുപോലെ എനിക്ക് തോന്നുന്നു എന്നല്ലാട്ടോ അർത്ഥം. ചൈനീസ് ഫുഡ് കഴിക്കാൻ തോന്നുന്നു എന്ന് തന്നെയാണ്. ഐ ഫീൽ ലൈക്ക് ചൈനീസ് ഫുഡ്. ഒരു കോഫിയൂടെ വേണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഫീൽ ലൈക്ക് അനദർ കോഫി എന്ന് ചോദിക്കാം.
ഡു യു ഫീൽ ലൈക്ക് അനദർ കോഫി, അതായത് ഡു യു ഫീൽ ലൈക്ക് ഹാവിങ് അനദർ കോഫി ആണ് ഈ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ വേർബ് ഇല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞു ഡു യു ഫീൽ ലൈക്ക് അനദർ കോഫി എന്ന്. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ സെൻറ്റൻസ് ഓർമ്മയുണ്ടല്ലോ, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് കുക്കിംഗ്, എനിക്കൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ, എന്നാൽ പിന്നെ നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാം എന്ന്. അപ്പോൾ അങ്ങനെ ഒരു സജസ്റ്റൻ, ഒരു നിർദ്ദേശം നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ മുന്നോട്ട് വയ്ക്കുക? അവിടെ നമുക്കൊരു ഫ്രേസ് യൂസ് ചെയ്യാം, ഹൗ അബൌട്ട് എന്ന്. ഹൗ അബൌട്ട് ഓർഡറിങ് പിസ്സ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലെറ്റ്സ് ഓർഡർ പിസ്സ എന്നും പറയാം. പക്ഷേ ഇതല്ലാതെ വേറൊരു ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഹൗ ഡസ് പിസ്സ സൗണ്ട് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ പിസ്സ വാങ്ങാം എന്നുള്ളത് നമ്മുടെ ഒരു ഐഡിയ ആണല്ലോ, ആ ഐഡിയ എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഹൗ ഡസ് പിസ്സ സൗണ്ട്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണം എന്ന് വിചാരിക്കാമെന്നിരിക്കട്ടെ, അപ്പോൾ ഓരോരുത്തർ ഓരോരോ സ്ഥലങ്ങൾ പറയാണ്. അപ്പോൾ ഞാൻ പറയാണ് സ്വിറ്റ്സർലൻഡ് ആയാലോ, അപ്പോൾ ഹൗ ഡസ് സ്വിറ്റ്സർലൻഡ് സൗണ്ട് എന്ന് ചോദിച്ചാൽ ആ ഐഡിയ എങ്ങനെയുണ്ട്, നിങ്ങൾ എന്താ അതിനെപ്പറ്റി കരുതുന്നു എന്നാണ് അർത്ഥം. അതുപോലെ പലപ്പോഴും നമ്മൾ വീട്ടിൽ ചോദിക്കുന്നൊരു കാര്യമാണ് അടുപ്പത്ത് എന്താണ്, അതായത് അടുപ്പിൽ എന്താണ് പാകമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ നമുക്ക് നാച്ചുറലായി ചോദിക്കാവുന്നത് വാട്ട്സ് കുക്കിംഗ് എന്നാണ്. വാട്ട് ഈസ് കുക്കിംഗ് ആണ് വാട്ട്സ് കുക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ മറുപടി എങ്ങനെ പറയുന്നുള്ളതാണ് ഇനി നമ്മൾ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുപ്പിൽ ചോറാണെന്നിരിക്കട്ടെ, ചോറാണ് പാകമായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം റൈസ് ഈസ് കുക്കിംഗ്. ഇത് കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നും, സാധാരണ നമ്മൾ ആരാണ് കുക്ക് ചെയ്യുന്നുള്ളതെന്നാണല്ലോ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ അനു ആണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും അനു ഈസ് കുക്കിംഗ് എന്ന്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞത് റൈസ് ഈസ് കുക്കിംഗ് എന്നാണ്. അത് ശരിയാണോ എന്ന് സംശയം തോന്നും, പക്ഷേ ഇത് ശരിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ വേർബ് കുക്കാണ്. അപ്പോൾ ഈ ആരാണ് കുക്ക് ചെയ്യുന്നത്, അനു ആണെന്നിരിക്കട്ടെ, അപ്പോൾ അനു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. എന്താണ് കുക്ക് ചെയ്യുന്നത്, ചോറ്. റൈസാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ കുക്ക് എന്ന് പറയുന്ന വേർബിന് ഏത് വേണമെങ്കിലും അവിടെ ആദ്യം വരാം, സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ഏത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ അനു ഈസ് കുക്കിംഗ് എന്ന് വെച്ചാൽ അനു ആണ് പാചകം ചെയ്യുന്നത്. പക്ഷേ റൈസ് ഈസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ചോറാണ് പാകമായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുപോലെ നമുക്ക് പറയാം സം പാസ്ത ഈസ് കുക്കിംഗ്. അടുപ്പത്ത് പാസ്തയാണുള്ളത്, സം പാസ്ത ഈസ് കുക്കിംഗ്. അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. പതിവായിട്ടുണ്ടാവുന്ന വേറൊരു സന്ദർഭം, നമ്മൾ നമ്മുടെ ഫോൺ കുറേ നേരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പക്ഷേ എത്ര തപ്പിയിട്ടും കിട്ടിയില്ല. എന്തായിരിക്കും നമ്മൾ മലയാളത്തിൽ പറയുക? എൻ്റെ ഫോൺ കാണുന്നില്ല എന്ന്. ഇത് ഇംഗ്ലീഷിൽ പറയേണ്ടി വരുമ്പോൾ ഈ കാണുക എന്ന വേർബ് ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ ഉപയോഗിച്ച് ഐ കാൺട്ട് സീ മൈ ഫോൺ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയേണ്ടത്? ഐ കാൺട്ട് ഫൈൻഡ് മൈ ഫോൺ. അതായത് നമ്മൾ കുറേ അന്വേഷിച്ചു കിട്ടിയില്ല എന്നൊരർത്ഥം അവിടെ വരുന്നുണ്ട്. ഐ കാൺട്ട് ഫൈൻഡ് മൈ ഫോൺ എന്നാണ് പറയുക. എന്നിട്ട് ഈ ഫോൺ നമുക്ക് പെട്ടെന്ന് എവിടെന്നെങ്കിലും കിട്ടിയെന്നിരിക്കട്ടെ, അപ്പോൾ എന്താ നമ്മൾ പറയുക? ദേ ഇരിക്കുന്നു ഫോൺ എന്ന് പറയില്ലേ? ആ അർത്ഥത്തിൽ നമുക്ക് പറയാവുന്നത് ഹിയർ ഇറ്റ് ഇസ് എന്നാണ്. അതായത് ദാ ഇരിക്കുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ ഈ പറയുന്നത്. ഹിയർ ഇറ്റ് ഇസ്. ഇറ്റ് ഇസ് ഹിയർ എന്നുള്ളതാണ് നമ്മൾ ഈ തല തിരിച്ച് ഹിയർ ഇറ്റ് ഇസ് എന്ന് പറയുന്നത്. അതേപോലെ ദേർ ഇറ്റ് ഇസ് എന്നും പറയാം. ഇതേപോലെ തന്നെ ഇപ്പോൾ കുറേ നേരമായിട്ട് നമ്മളൊരാൾക്ക് വേണ്ടി കാത്തു നിൽക്കാമെന്നിരിക്കട്ടെ, എത്ര സമയമായിട്ട് അയാൾ വരുന്നില്ല, കുറേ കഴിഞ്ഞ് അയാൾ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്തായിരിക്കും മലയാളത്തിൽ പറയുക? ദാ അയാൾ എന്ന് പറയില്ലേ? അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്ന ഫ്രേസാണ് ദേ ഷീസ് അല്ലെങ്കിൽ ദേ ഹീസ് എന്ന്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ദേ ഹി കംസ് എന്നും പറയാം കേട്ടോ. ഇനി ഇതുപോലെ വേറൊരു സന്ദർഭം, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോടൊരു സാധനം ചോദിച്ചു, നമ്മളത് അവർക്ക് കൊടുക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ നമുക്ക് പറയാവുന്ന ചില ഫ്രേസസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഒന്ന് ഹിയർ യു ആർ അല്ലെങ്കിൽ ദേ യു ആർ എന്ന്. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ആ പേനയൊന്ന് തരാമോ എന്ന് ചോദിച്ചു, അപ്പോൾ പെൻ കൊടുത്തുകൊണ്ട് നമുക്ക് പറയാം ഹിയർ യു ആർ അല്ലെങ്കിൽ ദേ യു ഗോ, ഹിയർ യു ഗോ എന്നും പറയാം. പക്ഷേ ഇതിനോട് സാമ്യമുള്ള വേറൊരു ഫ്രേസ് ഉണ്ട്, ഹിയർ വി ഗോ എഗെയിൻ. ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നിരിക്കട്ടെ, പക്ഷേ ഇടയ്ക്ക് വെച്ച് നമ്മൾ കേൾക്കുകയാണ്, നമ്മളോട് ഇൻഫോം ചെയ്യുകയാണ് അവർ ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആയി എന്ന്. അപ്പോൾ ഇതിന് മുൻപും ഈ അടുത്ത് തന്നെ ഇങ്ങനൊരു സംഭവം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദേ പിന്നെയും അത് തന്നെ എന്ന് പറയില്ലേ? ദേ പിന്നെയും. അതായത് മോശമായ എന്തെങ്കിലും ഒരു കാര്യം പിന്നെയും ആവർത്തിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഫ്രേസാണ് ഹിയർ വി ഗോ എഗെയിൻ. ദേ പിന്നെയും അത് തന്നെ സംഭവിച്ചു എന്നാണ് അർത്ഥം. അതുപോലെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രിൻ്റർ കേടായിരുന്നു എന്നിരിക്കട്ടെ, അത് നമ്മൾ നന്നാക്കിച്ച് വെച്ചേ ഉള്ളൂ, ഫിക്സ് ചെയ്ത സാധനമാണ്, പക്ഷെ അത് വീണ്ടും ചീത്തയായി. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക? ദേ ഹാഡ് ഫിക്സ്ഡ് ദ പ്രിൻ്റർ ബട്ട് ഹിയർ വി ഗോ എഗെയിൻ. പ്രിൻ്റർ നന്നാക്കിയതായിരുന്നു, പക്ഷെ അത് വീണ്ടും കേടായി, പിന്നെയും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് ഹിയർ വി ഗോ എഗെയിൻ എന്ന്.
ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് സാധാരണ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കാവുന്ന കുറച്ച് നാച്ചുറലായ ഇംഗ്ലീഷ് ഫ്രേസസ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമായില്ല കേട്ടോ, സാഹചര്യങ്ങൾ വരുമ്പോഴെല്ലാം നമ്മളിത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എന്നെ അറിയിക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.